ഓക്കെ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖം. സുഖമായിട്ട് പോകുന്നു. ഇവിടെ എന്താ എല്ലാരും പറയാത്തെ? സുഖം. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്ക് സേസാർ ജോയിൻ ആയിട്ടില്ല. സേസാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗോപികയ്ക്ക് സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു മാം. ഓക്കെ, താങ്ക് യു. എന്താണ് കാലാവസ്ഥയൊക്കെ? എല്ലാവരും സേഫ് ആണോ? തർക്കമില്ലാത്ത രീതിയിൽ മഴയൊന്നും അല്ലാതില്ല. ശരി. എല്ലായിടത്തും ഇപ്പൊ ഇഴജന്തുക്കളെ ബുദ്ധിമുട്ടിക്കല് നല്ല തോന്നുന്നുണ്ട്. അംഗൻവാടികളിലൊക്കെ ഇങ്ങനെ ഷോക്കേഴ്സിനുള്ളിലൊക്കെ കാണുന്നുണ്ട്, വീഡിയോയിലൊക്കെ. നമ്മളവിടെയൊക്കെ പിന്നെ നെറ്റൊക്കെ ഉപയോഗിച്ച് എല്ലായിടും കെട്ടി വെച്ചിരിക്കുന്ന കാരണം ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ആറ് ജോയിൻ ആയിട്ടില്ല ഒന്നുണ്ടല്ലോ. ഇല്ല. ഹലോ. ഓക്കെ, സിസ്റ്റർ ഇപ്പൊ കയറും കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സാർ എന്തെങ്കിലും ചെറുപ്പായി വരുന്നത്? ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു തന്നാൽ മതി. മരുന്ന് അത് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾക്ക്. ആ മരുന്ന് കുടിച്ചാല് തടി നന്നാണേ നന്നാവും, കുറയണേ കുറയും, ചെറുപ്പാണേ ചെറുപ്പാവും. അങ്ങനത്തെ മരുന്ന്. സാറേ, ഒരു സംശയം ചോദിക്കട്ടെ? ഞാൻ വൈകുന്നേരം ചോറും അരിഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് പയർ വർഗ്ഗങ്ങളൊക്കെ പുഴുങ്ങിയത് കുറച്ച് കഴിച്ചിട്ട് കിടക്കണോണ്ട് കുഴപ്പമില്ലല്ലോ? കടല, പയർ, വെജിറ്റബിൾ ആക്കിക്കോളി, അതല്ലേ? ഇലക്കറികള്, പച്ചക്കറികള് വേവിച്ചിട്ട് വൈകുന്നേരം അത് മാത്രം കഴിക്കുക. വേവിച്ചിട്ടും വേവിക്കാതെയും കഴിക്കാം. വേവിക്കാതെ ആണെങ്കിൽ കക്കരിക്ക, ക്യാരറ്റ് ഇതുപോലുള്ള സാധനങ്ങൾ വേവിക്കാതെ കഴിക്കാം. മറ്റേ രാത്രി വേണ്ട അല്ലേ? പയർവർഗ്ഗങ്ങളൊന്നും രാത്രി വേണ്ട അല്ലേ? വൈകുന്നേരത്ത് പയർവർഗ്ഗം നല്ല രാവിലെയാണ്. ആയിക്കോട്ടെ. ധാന്യങ്ങൾ ഞാൻ കുറച്ചു ദിവസമായി അരിഭക്ഷണം ഒഴിവാക്കിയിട്ട്. മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ രാവിലെ, മുളപ്പിച്ച ധാന്യങ്ങള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ കഴിക്കാം. ജീവനുള്ള ഭക്ഷണം. ഓക്കെ. ജീവനുള്ള ഭക്ഷണം, ചത്ത ഭക്ഷണം, പ്രേതഭക്ഷണം, അങ്ങനെയല്ലേ മനസ്സാറ്? എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ തന്നെ. അത് ഓർമ്മ ഉണ്ടായാൽ മതി കഴിക്കുമ്പോ. സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട അത്ര കഴിക്കരുത് എന്നാണ്. അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ, ഭയങ്കര ഇഷ്ടം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ആ ഇൻട്രസ്റ്റിനനുസരിച്ച് കഴിക്കും. പക്ഷെ അതൊരു അഡിക്റ്റ് ആയി മാറരുത്. അത് ശരിയാണ്. വേറൊരു സാറ് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമുക്ക് സാറ് പറഞ്ഞു പോകുന്നുണ്ടല്ലേ, ആഗ്രഹിച്ച ഭക്ഷണം നമുക്ക് കഴിക്കാം, ആദ്യം ഇഷ്ടപ്പെട്ടത് എന്തും കഴിക്കാം, ഇഷ്ടപ്പെട്ടത് അത്രേ കഴിക്കരുത്.
ആ, പിന്നെ കുറച്ചും കൂടി എടുക്കാന്ന് പറഞ്ഞല്ലോ. നല്ല വിശപ്പുള്ള സമയത്ത് ഒരു ഭക്ഷണം കിട്ടാനില്ല, നല്ല മന്തി മാത്രമുള്ള കഴിക്കേണ്ടി വരും. കഴിക്കേണ്ടി വരും. അതെ അതെ അതെ. എന്തായാലും അത് മുല്ലച്ച് വിശന്നിരിക്കില്ലല്ലോ നമ്മള്. 80% കഴിച്ചാൽ മതി. ഒഴിവാക്കില്ല. സേഫ് സാർ എത്തി. ഓക്കെ സർ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഓക്കെ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. ശരി, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം റോബർട്ട് റാഷനായിട്ട് കണക്റ്റഡ് ആയത് തന്നെയാണ്. നെപ്പോളിയൻ ഹില്ലിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്, ബിലീവ് ഇൻ യു. ഓക്കെ, എന്ത് ചെയ്യാം, നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പോലെ തന്നെയുള്ള മറ്റൊരു പുസ്തകമാണ്. ഇതിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ പുള്ളി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് സംഭവം എന്ന് വെച്ചാൽ പവർ ഓഫ് തോട്ട്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പവർ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇതൊക്കെ നേരത്തെ, കുറച്ചും കൂടെ നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പല സമയത്തും ഞാൻ ആലോചിക്കാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും പല ക്ലാസ്സുകളും, എൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ പല ആളുകൾ ക്ലാസ് എടുക്കാറുണ്ട്. അവരുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ചും കൂടെ മുന്നേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നുണ്ട്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് ബാക്ക്ഡ് ബൈ ആക്ഷൻസ് ഓവർകം ഓൾ ഒബ്സ്റ്റാക്കിൾസ് എന്നുള്ളതാണ്. നമ്മളെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ളത് വിശ്വാസം ഉണ്ടാവും, സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ടാവും. വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യൂല, നമ്മളതിന് ആക്ഷൻ എടുക്കൂല, അല്ലേ? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കുന്നതിന് നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഇതിന് അദ്ദേഹത്തിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് ഹെൻറി ഫോർഡിനെ കുറിച്ചിട്ടാണ്. ഹെൻറി ഫോർഡ് ആരാ? ഹെൻറി ഫോർഡ് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാതിരിക്കില്ല. ഹെൻറി ഫോർഡ് കമ്പനിയുടെ ഫോർഡ് എന്ന് പറയുന്ന കാർ, അതായത് നിങ്ങൾക്ക് ലോകത്ത് അറിയപ്പെടുന്ന ഫോർഡ് എന്ന് പറയുന്ന കാറിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഓണറാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ അറിയോ? ഹെൻറി ഫോർഡിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെങ്കിലും അറിയാം. കാറൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ആരായിരിക്കും അദ്ദേഹം? വലിയ കാറൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാറിന്റെ കമ്പനിയുടെ ഓണറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കാം? ഹലോ, എന്തായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത്. താങ്ക് യു. ആരും പറയുന്നില്ല. ചാറ്റ് ബോക്സിൽ എന്താണ്? എഞ്ചിനീയറിംഗോ മെക്കാനിക് എഞ്ചിനീയറിംഗോ അതൊക്കെ ആയിരിക്കും. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കാം? നിങ്ങളെ കാണുന്നില്ലേ റോഡിലൊക്കെ കാണുന്ന ഫോർഡ് എന്ന് പറയുന്ന കാറിന്റെ സ്ഥാപകനാണ് എന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ? ഒരു കാറിന്റെ കമ്പനിന്റെ ഓണർ എന്ന് പറയുമ്പോൾ അവരില്ലേ? ജോലി ചെയ്തിട്ടുണ്ടോ? വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ടാവാം. വേറെ ആരുമില്ലേ? ഷൈനി മെമ്പർ സാർ മാത്രം. ചിലപ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കാം.
രഞ്ജിത് സാർ പറയുന്ന സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. ചിലപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം. ഓക്കെ, അദ്ദേഹം ഒരു 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്. 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ആളാണ്. ആ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച അദ്ദേഹമാണ് ഫോർഡ് എന്ന് പറയുന്ന കമ്പനി കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പോഴൊന്നല്ല, ലോങ് ഇയേഴ്സ് ബാക്ക് 1935 ആ സമയത്തൊക്കെയാണ് ഈ ഒരു കാറിന്റെ കമ്പനി ഉണ്ടാക്കുന്നത്. ഈ നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, സുനിലേട്ടന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ വണ്ടിയിലുണ്ട്. ഞാനൊന്നും അറിയാതെ എടുത്തു കൊള്ളാം. പറഞ്ഞ നോക്കുന്നതിനാണ് ഇപ്പൊ പറഞ്ഞു കരുതി. അപ്പൊ ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്ന ആളുകൾ എത്ര പേരുണ്ട്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രത്യേകത അറിയുന്ന ആളുകൾ ആരെങ്കിലും പറഞ്ഞു? ഞാൻ തന്നെ പല സെഷനും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയുന്ന പറയട്ടെ. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? ആർക്കെങ്കിലും അറിയോ? നൗഫൽ? ചിന്തിച്ചുകൊണ്ട് എങ്ങനെ സമ്പന്നനാവാം എന്നുള്ള കൂടുതലും വോയിസ് ക്ലിയർ ആവുന്നില്ല. നമ്മൾ ചിന്തിച്ചിട്ട് എങ്ങനെ സമ്പന്നനാവാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അതൊക്കെ ആ പുസ്തകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? ലോ ഓഫ് അട്രാക്ഷൻ, റിയൽ ലൈഫ്, അതൊന്നല്ല, അതൊക്കെയാണ്. അതെല്ലാത്തിനും പ്രത്യേകത ഉണ്ട്. ആ പുസ്തകം എങ്ങനെ എഴുതിയത് അറിയോ? ആ പുസ്തകം എഴുതാനുണ്ടായ കാരണം അറിയോ? ആർക്കെങ്കിലും അറിയോ? ഓർക്കുന്നില്ല. അതാണ് ആ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആളുകളെ വായിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്. എനിബഡി നിങ്ങൾ അറിയില്ലെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് നോ എന്ന് ടൈപ്പ് ചെയ്യുക, നോ എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്ക് അറിയെങ്കിൽ ആൾക്ക് പറയാം. അറിയാത്ത ആളുകൾക്കൊന്നും നോ. സീക്രട്ട് ആണ്. അതായത് പിന്നെ എങ്ങനെ പണം ഉണ്ടാക്കാന്നുള്ള അത് ഉണ്ടാക്കിയ ആൾക്കാരെ എക്സ്പീരിയൻസുകളാണ്. ഉണ്ടാക്കിയ ആൾക്കാരെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഓക്കെ. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്, ഇപ്പൊ വേൾഡിലെ ഏറ്റവും വലിയ കോടീശ്വരനാരാണ് ഇപ്പൊ കറന്റ്ലി? ഇലോൺ മസ്ക് അല്ലേ? അതായത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആയിരുന്നു. അതേപോലെ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ ഉണ്ട്, ഒരു സ്റ്റീൽ വ്യവസായി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂ കാർണഗി എന്നുള്ളതാണ്. ഈ ആൻഡ്രൂ കാർണഗി കോടീശ്വരനായ സമയത്ത് അയാളുടെ മൈൻഡിൽ ഒരു ആഗ്രഹം ഉണ്ടായി. ഞാൻ എങ്ങനെയാണ് ഈ കോടീശ്വരനായത്, ഞാൻ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കിയത്, ഈ കാര്യങ്ങൾ എനിക്ക് ലോകത്തിന് അറിയിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന് ആഗ്രഹം വന്നു, ഈ കാര്യങ്ങൾ ലോകത്തിന് എന്ത് ചെയ്യണം, അറിയിച്ചു കൊടുക്കണം. അങ്ങനെ ലോകത്തിന് അറിയിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു പത്രപ്രവർത്തകൻ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാനും വേണ്ടി വന്നു. അങ്ങനെ ഏകദേശം 2 to 3 days എടുത്തു ഒരു ആർട്ടിക്കിൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ചോദിച്ചു, ആ ഇന്റർവ്യൂ ചെയ്യാൻ പോയ വ്യക്തിയായിരുന്നു ഈ നെപ്പോളിയൻ ഹില്ല്. ആ നെപ്പോളിയൻ ഹില്ലിനോട് ചോദിച്ചു, നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ഈ ലോകത്തിലെ ഈ ഒരു പുസ്തകം, എൻ്റെ ഒരു കാര്യം ഇങ്ങനെ പുസ്തകമാക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങൾക്ക് ഞാൻ അതിന് പൈസയും തരില്ല, പക്ഷെ ലോകത്തിലുള്ള എല്ലാ കോടീശ്വരന്മാരെ വേണേൽ കണക്ട് ചെയ്തിടാണ്. ആ മൊമെന്റ് തന്നെ നെപ്പോളിയൻ ഹിൽ എസ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഏകദേശം ഐൻസ്റ്റീന്, തോമസ് ആൽവ എഡിസൺ, ആൻഡ്രൂ കാർണഗി, അതേപോലെ അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അന്നത്തെ ഏകദേശം 500ഓളം മില്യണേഴ്സിനെയും ബില്യണേഴ്സിനെയും ഇദ്ദേഹം പോയി കണ്ട് അവരൊക്കെ എങ്ങനെയാണ് കോടീശ്വരന്മാരായത് എന്നതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിട്ട് ഏകദേശം 100 വർഷത്തിനടുത്തായിട്ടും ഇപ്പൊ ഈ ആ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നത്, വിറ്റ് പോകുന്നത്. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിങ്ക്, ഫസ്റ്റത്തെ പറഞ്ഞാണ് തിങ്ക്, ആദ്യം ചിന്തിക്കുക, ദെൻ ഗ്രോ, വളരുക, ദെൻ റിച്ച്, പിന്നെയാണ് റിച്ച് ആവുക. തിങ്ക് ചെയ്ത് എന്ത് ചെയ്യുക, അതായത് നിങ്ങൾ റിച്ച് ആവണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, പണക്കാരനാവണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ അദ്ദേഹം പറയുന്നത്, തിങ്ക് എന്നുള്ളതാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്.
അങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ പുസ്തകത്തിന്റെ സമ്മറിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും ഇതിന്റെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഫസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിളാണ് ഞാൻ പറയുന്നത്. ബിലീഫ് ബാക്ക്ഡ് ബൈ ആക്ഷൻ ഓവർകംസ് ഓൾ ഒബ്സ്റ്റാക്കിൾസ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാകും, പക്ഷെ നമുക്കിങ്ങനെ മുന്നോട്ട് നോക്കുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കും. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആവോ, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവോ, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാവോ. നമ്മുടെ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ തുടങ്ങാനും വേണ്ടി പോകുമ്പം 100 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഉപ്പനോട് പറയുമ്പോൾ ഒന്ന് പറയും, ഉമ്മനോട് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്ന് പറയും, ബ്രദേഴ്സ് വേറെ പറയും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വേറെ പറയും, വൈഫ് വേറെ പറയും, ഹസ്ബൻഡ് വേറെ പറയും, മെന്റേഴ്സ് വേറെ പറയും. അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ അയാൾ തന്നെ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അയാളുടെ മൈൻഡിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ആരുമില്ലേ ക്ലാസ്സിലൊന്നും? ആരുമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ. റസാഖ് സാറ് കാണുന്നുണ്ട്, മുസ്തഫ സാറ് കാണുന്നുണ്ട്, മണി സാറ് കാണുന്നുണ്ട്. ഇവര് മാത്രമാണ് ഇതുള്ളൂ, ബാക്കിയൊക്കെ ബിഹൈൻഡ് ദ സീനാണ്. കുറെ എസ്സുകൾ വരുന്നുണ്ട്. ആ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിന് വളരെ എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങൾ തയ്യാറായോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല, ഉടനെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുക, ബാക്കിയെല്ലാം യൂണിവേഴ്സ് നൽകുന്നതാണ്. അതായത് ഒരു കാര്യം നമുക്ക് വരികയാണെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അതാണ് ഹെൻറി ഫോർഡിന്റെ എക്സാമ്പിൾ പറയുന്നത്. ഹെൻറി ഫോർഡിന്റെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കോട്ട് ഉണ്ട്. ഇഫ് യു ബിലീവ് ഇറ്റ് യു ക്യാൻ ഡു ദാറ്റ്. ഇഫ് യു ബിലീവ് യു ക്യാൻ ഇഫ് യു ബിലീവ് യു ക്യാൻ യു ആർ റൈറ്റ്. ഇഫ് യു ബിലീവ് യു ക്യാൻ യു ആർ ഓൾസോ റൈറ്റ്. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ്. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ്. ഈ പവർ ഓഫ് സബ് കോൺഷ്യസിനും അതിനെ കുറിച്ചിട്ട് പറയാൻ ഇതിലേറെ സിമ്പിൾ കോട്ട് വേറെ ഇല്ല. അതിലെല്ലാം ഉണ്ട്. ആ രണ്ട് സെന്റൻസിൽ അല്ലെങ്കിൽ ആ രണ്ട് സെന്റൻസിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ്. നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ശരിയാണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ കോട്ടിനെ നിങ്ങളുടെ പഴയ ഡോട്ടുകളിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് വരെ നോക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിശ്വസിച്ച കാര്യമായിരിക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്ത. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈവൻ ഈ ഒരു സമയത്ത് എണീക്കുന്നത് പോലും ഒരു പക്ഷേ മുമ്പ് നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ഈ സമയത്ത് എണീക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിച്ച കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല, ഞാൻ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളോ, ഞാൻ ഹെവി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളോ, ഞാൻ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരാളോ അല്ല എന്ന് ഞാൻ വിശ്വസിച്ച സമയം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ തന്നെ ആയിരുന്നു, എനിക്ക് സാധിക്കില്ലായിരുന്നു. റൈറ്റ് നൗ I believe I can do that. That's why I am doing this. ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് എന്റെ മെന്റേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ അദ്ദേഹം പറയുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത്, ഹെൻറി ഫോർഡ് V8 എഞ്ചിൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. V8 എഞ്ചിനാണെന്ന് അറിയില്ല, V8 എഞ്ചിൻ തന്നെ. അതായത് ഈ ഫോർഡ് കമ്പനി തുടങ്ങി, ഫോർഡിന്റെ ആശയൊക്കെ വന്ന് ഫോർഡ് കമ്പനി ഒക്കെ തുടങ്ങി ഇയാൾ എഞ്ചിനീയേഴ്സിനൊക്കെ ഹയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ചെവർലെറ്റ് എന്ന് പറയുന്ന കമ്പനി, അന്ന് V4 എഞ്ചിനാണ്. ആ V4 എഞ്ചിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെവർലെറ്റ് എന്ന കമ്പനി V6 എഞ്ചിൻ കണ്ടുപിടിച്ചു. അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ടീമിന്റെ മീറ്റിംഗ് വിളിച്ചു. V6 എഞ്ചിൻ കണ്ടുപിടിച്ച് ഇരിക്കുകയാണ് ആര്, തന്റെ കോമ്പറ്റീറ്റർ. സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയിൽ V4 എഞ്ചിനുണ്ട്, ഒരു കമ്പനിയിൽ V6 എഞ്ചിനുണ്ട്. ഏത് കമ്പനിയാണ് ആളുകൾ മേടിക്കുക?
ഏത് കമ്പനി ആളുകൾ മേടിക്കുക പിന്നെ കാറ്? ഇദ്ദേഹം മീറ്റിംഗ് വിളിച്ചു. ഇദ്ദേഹം മീറ്റിംഗ് വിളിച്ചിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? 6-ന് മുകളിലുള്ള 7 8 അങ്ങനെ. അതെ. അദ്ദേഹം നോർമലി ഒരു കമ്പനിയുടെ ഓണർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റർ V6 എഞ്ചിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളും V6 എഞ്ചിൻ കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പൊ ആ V6 എഞ്ചിൻ കണ്ടുപിടിക്കുന്നതിൽ ഇവർക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, വേറെ കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് V8 എഞ്ചിൻ കണ്ടുപിടിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ എഞ്ചിനീയേഴ്സും പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത് അസാധ്യമാണ്. സാർ എന്താ പറയുന്നത്? ഇത് പോസിബിൾ അല്ല. കാരണം V4 എഞ്ചിൻ ഉള്ളത്, V6 എഞ്ചിൻ അവർ കണ്ടുപിടിച്ചിരുന്നത് അതന്നെ വലിയൊരു കുറേ കാലത്തെ റിസർച്ചിന് ശേഷമാണ് സർ. അവരുടെ ഒരുപാട് കാലത്തെ റിസർച്ചിന് ശേഷമാണ് അവർ V6 എഞ്ചിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് V8 എഞ്ചിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇദ്ദേഹം പറഞ്ഞു എനിക്കത് വേണം. സുരേഷ് ഗോപി ആണെന്ന് പറയുന്നത് പറഞ്ഞു എനിക്കത് വേണം, എനിക്ക് V8 എഞ്ചിൻ വേണം. ദിവസങ്ങൾ കഴിഞ്ഞു, ഇദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് ടീമിന്റെ കോൺഫറൻസ് ഇല്ല, ഒരു റിസൾട്ടും ഇല്ല. മാസങ്ങൾ കഴിഞ്ഞു, റിസൾട്ട് ഇല്ല. 2 മാസം കഴിഞ്ഞു, റിസൾട്ട് ഇല്ല. അപ്പോഴും ഇദ്ദേഹം പറയും എനിക്കത് വേണം. 5-6 മാസം ആകുമ്പോൾ എഞ്ചിനീയേഴ്സ് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു സർ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റും ഇല്ല, ഇത് പോസിബിൾ അല്ല, നമുക്ക് V6 എഞ്ചിൻ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അദ്ദേഹം പറഞ്ഞു വേണ്ട, എനിക്ക് V8 എഞ്ചിൻ വേണം. ആഫ്റ്റർ 1.5 years, 1.5 വർഷത്തിന് ശേഷം ഫോർഡ് മെയ്ഡ് അനദർ ഹിസ്റ്ററി, ദാറ്റ്സ് V8 എഞ്ചിൻ. അങ്ങനെയാണ് V8 എഞ്ചിൻ വന്നിരിക്കുന്നത്. ആ മനുഷ്യന് എന്തില്ല? ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ല. ആ മനുഷ്യന് എന്താ അറിയില്ല? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറിയില്ല. ഇതൊന്നും ആർക്കറിയില്ല? ഹെൻറി ഫോർഡിന് അറിയില്ല. അദ്ദേഹത്തിന് ആകെയുള്ള സംഭവം എന്താണ്? വിശ്വാസം, ഫെയ്ത്ത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ ഇന്റൻഷൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാള് ഉടനെ ആക്ഷൻ എടുക്കും, അയാൾ കാത്തിരിക്കൂല. അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? വിശ്വസിക്കുന്ന ഒരാള് ഉടനെ ആക്ഷൻസ് എടുക്കും. അതിന് അദ്ദേഹം പറയുന്ന ഒരു അടുത്തൊരു സംഭവമാണ് റീപ്രോഗ്രാം യുവർ മൈൻഡ്. കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിമാജിക്കിന്റെ കമ്മ്യൂണിറ്റി നിങ്ങൾ ഏറ്റവും കേട്ടൊരു വാക്കന്നെ ചിലപ്പോൾ റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്നായിരിക്കും. ഈ റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്ന് പറയുന്നത് പറയാൻ വളരെ ഈസി ആണെങ്കിൽ പോലും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് മാറുക എന്ന് പറയുന്നത് വളരെ ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ കിടന്ന സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനത്തിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായി. സേഫ്, നീ എടുത്ത തീരുമാനം ശരി തന്നെയാണോ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ രാത്രി കിടന്നുറങ്ങി, ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഞാനൊരു 4 മണി 3:40 എന്റെ വൈഫിനോട് നിങ്ങൾ എപ്പോൾ എണീറ്റ് ചോദിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ 3:40 ആകുമ്പോൾ നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു പോഡ്കാസ്റ്റ്, പഴയ പോഡ്കാസ്റ്റ്, ഒരു 55 മിനിറ്റ് പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡൗട്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യും? വന്നുകൊണ്ടേയിരിക്കും. ഈ ഡൗട്ട്സുകൾ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? യു ബിക്കം വാട്ട് യു റിപ്പീറ്റഡ്ലി സാറ്റ് യുവർ സെൽഫ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന കോണ്ടന്റ് ഭാഗമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ, യു ബിക്കം വാട്ട് യു റിപ്പീറ്റഡ്ലി സാറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ പറയുന്നത് അതെന്നായി തീരും നിങ്ങൾ. ഒരു സംശയം വേണ്ട. നിങ്ങൾ നിങ്ങളോട് പറയുന്ന കുറെ സംസാരങ്ങൾ നമ്മൾ ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? മുസ്തഫ സാർ എന്തൊക്കെയാ പറയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നമ്മളും തമ്മിലാണ് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, നമ്മൾ മറ്റൊരാൾ തമ്മിലല്ല. നമ്മളും തമ്മിലാണ് ഏറ്റവും അധികം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാൾ സംസാരിക്കുന്നത്. നിങ്ങൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അപ്പൊ ക്ലാരിറ്റി കുറയും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കും, മറ്റുള്ളവരോട് പറയും, ഇങ്ങനെ പറയും അല്ലേ? നമുക്കൊരു തീരുമാനം എടുക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ അറിയോ? ഒരു മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനും മോണി സാറും നൗഫൽ സാറും കൂടിയിട്ട് ഒരു ചായ കുടിക്കാൻ പോയി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോയി. ചായ കുടിക്കാൻ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി.
അപ്പൊ മണിസാർ എന്താ പറയാ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വളരെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് വേണം, നൗഫൽ സാറിന് ഫുഡ് വേണം, മണിസാർ എന്താ പറയാ, ഫുഡ് വേണം. ഫുഡ് വേണം. ഏത് ഫുഡ് ഓർഡർ ചെയ്യാം? ഫുഡ് ഓർഡർ ചെയ്യണം. ഏത് ഫുഡ് ഓർഡർ ചെയ്യാം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ്. അല്ലെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ്. നമ്മളെന്താ പറയാ, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. അത് കാരണം എന്താ, തീരുമാനം എടുക്കാൻ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇന്നൊരു ഫുഡ് എന്ന് പറയാൻ ചിലപ്പം ഇതായിരിക്കും, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി അല്ലെ, നമ്മൾ കഴിയുന്നത് ഒരാളെയും കൂടി കൊണ്ടുപോകും ഡ്രസ്സ് എടുക്കാൻ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ലൈഫിൽ ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞത് ആ തീരുമാനത്തിലേക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ ഉണ്ടല്ലോ, ചർച്ചകളായിരിക്കും മെയിൻ സംഭവിക്കുക, ഡിസിഷൻസ് മാത്രം പെൻഡിങ് ആവും. ഇന്നലെ ബഷീർ സാർ ഞങ്ങൾക്ക് ഒരു സെഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എൻ്റെ ഒരു ടീമിന് വേണ്ടിയിട്ട്. താങ്ക് യു ബഷീർ സാർ. ഒരു നൈറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള അല്ലേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞിരിക്കുന്നത്, ടേക്ക് എ ഡിസിഷൻ. നമ്മൾ ഇന്ന സമയത്തിന് മുമ്പ് ഒരു ആക്ഷൻ അതിലേക്ക് മാറ്റണം. ബിമാജിക്കിന്റെ സെഷൻസുകൾ നമ്മൾ കുറെ കേൾക്കാന്നതിനപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ഷൻസ് എടുക്കുന്നില്ല. അപ്പൊ ഈ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഓട്ടോ സജഷൻസ് ആണ്. അതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പറയുന്ന കാര്യം. എന്താ ഓട്ടോ സജഷൻസ്? അതിനാണ് നമ്മൾ അഫോർമേഷൻസ് എന്ന് പറയാം. എന്താണ് അഫോർമേഷൻസ്? അഫോർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ടോക്കാണ്. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പറയുന്ന ഐ ഹാവ് ദ പവർ ടു ലിവ് മൈ ഡ്രീംസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിത് ട്രെയിനിങ്ങിന് വേണ്ടി പറയുന്നതാണ്. ഏത് നമ്മൾ അഫോർമേഷൻസ് ഇങ്ങനെ കൊടുക്കുന്നത്, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ. ഇത് നമ്മളോട് പറഞ്ഞ് ആ അഫോർമേഷൻസ് മാത്രമല്ല, നമ്മൾ ഫീലിങ്ങോട് കൂടി പറയുന്ന ഈ സാധനങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പറയാം സേഫ്, നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും. അപ്പയും പറയും, വേറെ ആളൊന്നിട്ട് പറയും, പറ്റുമോ സേഫ്, പറ്റുമോ, പറ്റും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, യു ഹാവ് കേപ്പബിൾ ഫോർ ദാറ്റ്, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത് നമ്മളെ കൊണ്ട് തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 0.1% പോലും ഡൗട്ട് ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനത്തിൽ നിങ്ങൾ വിജയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ കഴിയും. അങ്ങനെ വിശ്വസിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോവുക എന്നുള്ളത്. അതാണ് ഞാൻ ഹെൻറി ഫോർഡ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഓട്ടോ സജഷൻ ആണെങ്കിൽ, മൂന്നാമത്തെ കാര്യത്തിന് DC എന്ന് പറയും. DC എന്ന് പറഞ്ഞത് ഡിഫൈൻഡ് ചീഫ് എയിം ആണ്. നമ്മുടെ ലൈഫിൽ നോ എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, ബി സ്പെസിഫിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് പറയുന്ന ഒരാൾക്കൊന്നും ആകാൻ സാധിക്കില്ല. ഐ വാണ്ട് ടു ബിക്കം സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊന്നും ആകാൻ പറ്റില്ല. അദ്ദേഹം ഈ ആൻഡ്രൂ കാർനെഗിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഐൻസ്റ്റീനൊക്കെ പഠിച്ചിട്ടുണ്ട്. ആൻഡ്രൂ കാർനെഗിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് എന്താണ് ഈ ഒരു കാര്യത്തിന്റെ നോ എക്സാക്ട്ലി വാട്ട് യു വാണ്ട്, ബി സ്പെസിഫിക്. വെൻ യു ആക്ട് വിത്ത് ക്ലാരിറ്റി ദി യൂണിവേഴ്സ് അലൈൻ. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യങ്ങൾ അലൈൻ ചെയ്യുക. നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി കുറയുന്നോ അത്രമാത്രം കൺഫ്യൂഷൻസ് ഉണ്ടാവും. എത്രമാത്രം കൺഫ്യൂഷൻസ് ഉണ്ടാവോ നിങ്ങളുടെ തോട്ട് ഇങ്ങനെ പല ഭാഗത്തേക്ക് സ്പിറ്റ് ആവും. അപ്പൊ പല കാര്യങ്ങളായിരിക്കും നിങ്ങളേക്ക് അട്രാക്ട് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ. എന്താ ക്ലാരിറ്റി? സിമ്പിൾ പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഷീർ കാക്ക് ഒരു പക്ഷേ ജപ്പാനിൽ പോകുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കാളധികം ക്ലാരിറ്റി ഉണ്ടാവും. കാരണം അദ്ദേഹം ജപ്പാനിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി വളരെ കറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയണമെന്നില്ല. എൻ്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസിയും എൻ്റെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് ഹാർഡും ആയിരിക്കും അല്ലേ. ഈവൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും നിങ്ങളെ വീട്ടിലേക്ക് പോകുന്ന അത്ര ഈസി ആയിട്ട് ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ 5 പ്രാവശ്യം വന്നു, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് ഒരു 5ഓ 10ഓ പ്രാവശ്യം വന്നു, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ക്ലാരിറ്റി കൂടുകയോ കുറയോ? ആരും ഇല്ല അവിടെ.
Somebody say something, please. കൂടും കൂടും. ആ ക്ലാരിറ്റി കൂടാൻ എന്താ വഴി? എങ്ങനെയാണ് ഈ ക്ലാരിറ്റി കൂടിയിരിക്കുന്നത്? റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ. ചെയ്യും. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ക്ലാരിറ്റി കൂടാനും വേണ്ടിയിട്ട് ആദ്യം വേണ്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുക. ഞാനത് പറയുന്നില്ല, ഇവിടെ ഇഷ്ടം പോലെ ഗോൾ സെറ്റിങ്സിന്റെ ക്ലാസ് കഴിഞ്ഞാണ്. ആ സെറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. കുറെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുറെ എഴുതി വെച്ചതുകൊണ്ടൊന്നും അത് എഴുതാൻ പോലെ. എഴുതി വെച്ചതിന് ശേഷം ആ എഴുതി വെച്ച കാര്യങ്ങൾക്ക് അലൈൻ ആയിട്ടുള്ള ആക്ഷൻസ് ആരാണോ എടുക്കുന്നത് അവർ ലൈഫിൽ അച്ചീവേഴ്സ് ആവുകയും മറ്റുള്ളവർ ലൂസർ ആവുകയും ചെയ്യും. രണ്ടാളുകളുണ്ടാവും ക്ലാസ് കേൾക്കുന്നത്. രണ്ടാളുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരാൾ എഴുതി വെച്ചത് ഭദ്രമായിട്ട് അവിടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. അയാൾ ആ പുസ്തകം പിന്നെ എടുത്തു നോക്കിയിട്ടേ ഉണ്ടാവില്ല. ഗോൾ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. മറ്റേ ആൾ ദിവസവും ആ ഗോൾ സെറ്റിങ്സിന്റെ പുസ്തകം എടുത്തിട്ട് എന്റെ ഗോൾ ഇതാണ്, ഇതിന് ഞാൻ ഇന്ന ആക്ഷൻസ് എടുക്കണം എന്നുള്ളതിന് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കുന്നുണ്ടാവും. ആ വ്യക്തിയെ വിജയിക്കുള്ളൂ. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ യൂട്യൂബും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരാണ്, എന്നിലേക്ക് കുറെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെ ആവാണ് ഇങ്ങനെ ആവാണ്, നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ എന്നും ആ കുട്ടി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഞാനിതാ പരീക്ഷ ഹാളിങ്ങനെ എത്തുന്നു, ടീച്ചർ ഇങ്ങനെ വരുന്നതാ, ആ ടീച്ചർ എന്നോട് ഇങ്ങനെ ചിരിക്കുന്നേ, നല്ല ടീച്ചറാണല്ലോ, എനിക്കിതാ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നതാണല്ലോ, ഞാനിത് എഴുതുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്നതാണല്ലോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്ന, അയ്യോ നാലാമത്തെ ക്വസ്റ്റ്യൻ, അയ്യോ എനിക്ക് 100 മാർക്കും കിട്ടി, ഇതാ എന്റെ റിസൾട്ട് വരുന്നപ്പോ ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ്, അതായത് വരുന്നത്, എനിക്ക് അതിൻ്റെ ഇത് കിട്ടുന്നു, അച്ഛൻ അംഗീകരിക്കുന്ന, അമ്മ സന്തോഷിക്കുന്നു, എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് അവാർഡുകൾ കിട്ടുന്നു. കിട്ടുമോ? കുട്ടിയൊന്നും പഠിച്ചിട്ടില്ല. കുട്ടി പുസ്തകമേ തൊട്ട് നോക്കിയിട്ടില്ല. എന്നും വിഷ്വലൈസേഷനും ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യും, ഭയങ്കരമായിട്ട് അഫർമിങ് കൊടുക്കും, ഐ ആം ദ ടോപ്പർ, ഐ ആം ദ ഹൈ അച്ചീവർ എന്നൊക്കെ കൊടുക്കും. കിട്ടുമോ? ആ കുട്ടിക്ക് കിട്ടുമോ? കുട്ടി പഠിക്കാൻ കിട്ടുമോ? കുട്ടി പുസ്തകം ഒന്നും തൊട്ടിട്ടില്ല, കുട്ടി പുസ്തകമേ നോക്കുന്നില്ല. അത് കിട്ടൂല എന്ന് ആരെന്നെ പറയും? ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ പറയും അത് കിട്ടൂല എന്നുള്ളത്. എന്നതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പല മണ്ടത്തരും. നമ്മളങ്ങനെ വിഷ്വലൈസേഷനാ, അതിനു വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുത്തോനോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തോനോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബിലീഫ് ബാക്ക്ഡ് ബൈ ആക്ഷൻ ഓവർകം ഓൾ ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞത് ഫെയ്ത്ത് പ്ലസ്, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഫെയ്ത്ത് പ്ലസ് ഡിസിഷൻ ഈസ് ഈക്വൽ ടു റിയാലിറ്റി ഷിഫ്റ്റിംഗ് പവർ എന്നുള്ളതാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. നേരത്തെ പറഞ്ഞത് തന്നെ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം, ഡിസൈഡ് ആൻഡ് പ്രൊസീഡ്. വെരി സിമ്പിൾ, വെരി പവർഫുൾ, ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഇംപ്ലിമെന്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ പവർഫുൾ ആണ്, പക്ഷെ ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണത്? ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. ഇതൊരു മനുഷ്യനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും മനുഷ്യന്മാർ. ആയിട്ടില്ല, ഇപ്പൊ അല്ല, അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ അങ്ങോട്ട് പോകാനായോ? ഇല്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? പോവാനും വേണ്ടി തയ്യാറായി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഡിസൈഡ് ആൻഡ് പ്രൊസീഡ്. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ യാത്ര ആരംഭിച്ചിരിക്കണം, കാത്തിരിക്കരുത്. ക്ലിയർ ആണല്ലോ? ഒരു വിശ്വാസി എന്ത് ചെയ്യും? വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ആക്ഷൻ എടുക്കും. അതാണ് ഡിഫറൻസ്. വിശ്വസിക്കുന്നവന് ആക്ഷൻ എടുക്കും. പിന്നെ അടുത്തൊരു തിയറി അദ്ദേഹം പറയുന്നത്, ആക്ട് ആസ് ഇഫ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എപ്പോഴും ഒന്നും ഇമ്പോസിബിൾ അല്ല എന്ന് വിശ്വസിക്കാം. ആരാണ് ബൾബ് കണ്ടുപിടിച്ചത്? ബൾബ് ആരാ കണ്ടുപിടിച്ചത്? ഹൂ ഇൻവെന്റഡ് ദ ഇലക്ട്രിക് ബൾബ്? എഡിസൺ. എത്ര പരീക്ഷണങ്ങൾക്ക് ശേഷം? മോർ ദാൻ 10,000. 10,000 പ്രാവശ്യം എനിക്കിത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വേണ്ട 50 പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഞാനും നമ്മൾ വിശ്വാസമില്ലേ?
നമ്മളെ കൊണ്ട് 5-6 പ്രാവശ്യം നോക്കിയിട്ട് നമ്മൾ പറ്റില്ലാതെ നിർത്തി എത്ര കാര്യമുണ്ട്? 2 പ്രാവശ്യം നോക്കിയിട്ട് നിർത്തി എത്ര കാര്യമുണ്ട്? ഓരോ 10,000 തവണയും അയാൾ ഇതാക്കും, അയാൾ എന്താ പറഞ്ഞത്, ഞാൻ കൂടുതൽ വിജയത്തിലേക്ക് അടുത്തുകൊണ്ട് ഞാൻ 10,000 മറ്റു കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, ലൈഫിൽ 2 കാര്യമുള്ളൂ. പരാജയപ്പെട്ടവരും വിജയിച്ചവരും ഇല്ല. ലൈഫിൽ ആകെ 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് വിജയിച്ചവര്, രണ്ടേതാ? പിന്തിരിഞ്ഞോടിയവർ, കിറ്റ് ചെയ്തവർ. ഒന്ന് വിജയിച്ചവനാണെങ്കിൽ രണ്ടാമത് എന്താണ്, നിർത്തിപ്പോയവർ. ആ നിർത്തിപ്പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് വിജയിക്കായിരുന്നു. ഓക്കെ. അപ്പം ഈ വിജയത്തിലേക്കുള്ള ദൂരമാണുള്ളത്. ഒന്ന് വിജയമാണ്, മറ്റൊന്ന് വിജയത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ അപ്പുറത്തുണ്ട്. വണ്ട് അയാൾക്ക് ഡെഫിനറ്റ്ലി ഹി വിൽ ഗെറ്റ് ദ ജംപ്. അയാൾക്ക് എന്ത് ചെയ്യും, ആ ജമ്പ് കിട്ടുക ചെയ്യും. പക്ഷെ അയാൾ എന്ത് ചെയ്യും, ക്വിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തയ്യാറാകും. അപ്പം ഓരോ തവണ ഇത് കിട്ടുമ്പോൾ അതിന്റെ ഇടയിൽ അദ്ദേഹം 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നുള്ളതാണ്. ഈ ബൾബ് കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം 1000-ഓളം മറ്റുള്ള വസ്തുക്കൾ കണ്ടുപിടിച്ചു. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ ചക്കട്ട മുയലൊടുങ്ങിയാലമാര് ശിക്കാരി ശംഭുവിന് മറ്റേ പണ്ട് ബാലനമ്മയിൽ പറഞ്ഞമാര് കിട്ടിയാന്നപ്പോ ഇത് കിട്ടിയുള്ളൂ നിർത്താൻ അദ്ദേഹം ചിന്തിച്ചില്ല. നോ, ഇതല്ല. അപ്പം ആൾക്കാർ ഇതല്ല, ഇതൊന്നുമല്ല, എനിക്ക് സ്വിച്ചിട്ട് കത്തുന്ന ബൾബ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ സ്പെസിഫിക് ആണ്. ഗോൾ ഇതാണ്, സ്വിച്ചിട്ടാൽ കത്തുന്ന ഒരു ബൾബ് വരണം, ഇലക്ട്രിസിറ്റിനെ ലൈറ്റാക്കി മാറ്റണം, ഈ ലോകത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കണം. ഈ ലോകത്തിലെ ഒരുപാട് ആളുകൾക്ക്, എത്ര ആളുകളുടെ ലൈഫിലല്ലേ അദ്ദേഹം ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര തലമുറകൾ കഴിഞ്ഞു പോയില്ലേ, ഇനി എത്ര തലമുറകൾ കഴിഞ്ഞു പോകാനുണ്ട്. ഇവർക്കൊക്കെ പ്രകാശം കൊടുത്തിട്ട് മനുഷ്യൻ കൊടുത്ത് പോവാണ്, ദൈവികമായിട്ടൊരു സംഭവം കൊടുത്തിട്ട് അദ്ദേഹം പോവാണ്. അപ്പൊ അദ്ദേഹം വിശ്വസിക്കുകയാണെന്ത്, എനിക്കിത് ചെയ്യാൻ പറ്റും. ആ വിശ്വസിക്കുന്നതിന്റെ ഇടയിൽ 10,000 തവണ പരാജയപ്പെട്ട് പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10,000 ഡേയ്സ് എന്ന് പറയുന്നത് എത്ര വർഷമാണ് എനിക്കറിയോ? 10,000 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 10,000 ഒരു പരാജയത്തിന് നമുക്ക് മിനിമം ഒരു ദിവസം എടുക്കണ്ടേ? 10,000 ദിവസം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ഒന്ന് കമന്റ് ചെയ്തേ. 30 വർഷത്തിന്റെ അടുത്ത് അല്ലേ? 360. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 30 കൊല്ലത്തിന്റെ അടുത്ത്. ഒരു 30 കൊല്ലത്തിന്റെ അടുത്ത് എല്ലാ ദിവസവും ഒരാൾ നടത്തിയില്ലെങ്കിൽ അല്ലേ, അപ്പൊ എത്ര സമയം എടുത്തിട്ടുണ്ടാകും അദ്ദേഹം ഇത് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട്? ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വിശ്വാസത്തിൽ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പോവുക. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഐഡന്റിഫൈ മസ്റ്റ് മാച്ച് ടു ദ റിസൾട്ട് യു വാണ്ട്. ഡോണ്ട് ചേസ് സക്സസ്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ബൾബ് മാത്രമാണ് അയാൾ പറഞ്ഞത്. അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അയാൾ ഇത് ചെയ്തു. അതെന്താണ്, ഐഡന്റിഫൈ ചെയ്താണ്. ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് ചേസ് സക്സസ്, ബിക്കം ദ കൈൻഡ് ഓഫ് പേഴ്സൺ സക്സസ് ഈസ് അറ്റാച്ച്ഡ് ടു. യുവർ ഇന്നർ ഐഡന്റിറ്റി ഡിക്റ്റേറ്റ്സ് യുവർ ഔട്ടർ റിയാലിറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഗോളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ ബി മാജിക്കിന്റെ ലീഡേഴ്സിനോടൊക്കെ പറയാറുണ്ടായിരുന്നു, ഓരോ ആഴ്ചയിലും നിങ്ങൾ മീറ്റിംഗ് ഇരിക്കണം. എന്നിട്ട് ബി മാജിക്കിന്റെ കാര്യങ്ങൾ മാത്രമല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളൂടെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം, നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇതിന്റെ വേറൊരു പാർട്ടാണ് പറയുന്നത്. എന്താണ്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടിന്, ഒരു പരീക്ഷാ പേപ്പർ കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കുന്നപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, ഹാപ്പി ആവുക. ഇതിലൊക്കെ മാസ്റ്റർ ആവാനുള്ള ലോ എന്ന് പറഞ്ഞത് കൺട്രോൾ അറ്റൻഷൻ, ഫോക്കസ് യുവർ എനർജി. നമ്മുടെ എനർജി എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകുന്നില്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത്, നമ്മളുടെ വിശ്വാസത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള. വിശ്വാസത്തിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ അവിശ്വസിക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ അവിശ്വസിക്കരുത്. ഫെയ്ത്ത് ഈസ് ദ ഇന്റേണൽ എലിക്സർ വിച്ച് ഗിവ്സ് ലൈഫ്, പവർ ആൻഡ് ആക്ഷൻ ടു ദ ഇമ്പൾസ് ഓഫ് തോട്ട്. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് നേടാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റി. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ആൻസർ ഈ ലോകത്തിൽ ഒരേ ഒരാളടുത്ത് മാത്രമേ ഉള്ളൂ. അത് ആരുടെ അടുത്താ?
ആരുടെ അടുത്താണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ ആൻസർ ഉള്ളത്? നമ്മുടെ അടുത്ത് തന്നെ. നമ്മളുടെ ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. അതിന്റെ ആൻസർ നിങ്ങളുടെ അടുത്താണുള്ളത്. അതിന്റെ ആൻസർ വളരെ കറക്റ്റ് ആണ്. അതിന്റെ ആൻസർ എന്താണ്? നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലേ? ആൻസർ എന്താണ്? ഐ ക്യാൻ. എനിക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. വെരി സിമ്പിൾ. ആൻസർ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആൻസർ എന്താണ്? ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു ദാറ്റ്, യു ആർ റൈറ്റ്. നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു ദാറ്റ്, യു ആർ ഓൾസോ റൈറ്റ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലോ അതും ശരിയാണ്. രണ്ടും ശരിയാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ജസ്റ്റ് തോട്ടറ ചേഞ്ച് ചെയ്യാം. ഐ ക്യാൻഡ് എന്നുള്ളതിൽ നിന്നും ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, ഐ ക്യാൻ എന്ന് പറയുന്നതിന്റെ അവസാനത്തെ ടി മാത്രം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പ്ലീസ് എലിമിനേറ്റ് ദ ലാസ്റ്റ് ടി ഫ്രം ദ വേർഡ് ഐ ക്യാൻഡ്. then the word become I can. Always believe in yourself. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ബാക്കിയുള്ള ആളും നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അപ്പൊ ഒരു പക്ഷേ ഫസ്റ്റ് ആൻസർ ഈസ് നോ എന്നായിരിക്കാം. ബട്ട് ഡോണ്ട് ബിലീവ് ദാറ്റ്. അഗെയിൻ ആസ്ക് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് യെസ് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ എടുക്കാം. ആക്ഷൻ എടുക്കുമ്പോൾ ഒബ്സ്റ്റാക്കിൾസ് 100% വരും. അപ്പൊ വീണ്ടും ചിന്തിക്കുക, വീണ്ടും ആക്ഷൻ എടുക്കുക, വീണ്ടും ചിന്തിക്കുക, വീണ്ടും ആക്ഷൻ എടുക്കുക, വീണ്ടും ചിന്തിക്കുക, വീണ്ടും ആക്ഷൻ എടുക്കുക. എത്ര വരെ? until you will get the same result. until you will get what you expect the same result. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടോളം ചെയ്യുക. തോമസ് ആൽവാ എഡിസൺ അദ്ദേഹത്തിന് ബൾബ് കിട്ടുന്നത് വരെ ചെയ്തതുപോലെ എന്താണോ നിങ്ങളുടെ ഗോൾ അത് കിട്ടുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കിട്ടുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് കിട്ടുന്നതിന് മുമ്പ് പലതും കിട്ടും. അതിലൊന്നും ഹാപ്പി ആവാതെ എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ, ഇത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവൂ എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ ചെയ്ത് അത് കിട്ടുന്ന നിമിഷം ഉണ്ടല്ലോ, അന്ന് നിങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. അന്ന് നിങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതാണ് യഥാർത്ഥ കിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഞാൻ എന്തോ ഒന്നായി മാറിയിരിക്കുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന ഓരോ അച്ചീവ്മെന്റും നിങ്ങൾക്ക് ആ കിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ലൈഫിൽ ഒരുപാട് കിക്ക്, ഇങ്ങനെ വിജയത്തിന്റെ കിക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Okay, thank you sir, thank you so much. So team members, ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ളതുണ്ടോ? ടൈം നമുക്ക് വളരെ കുറവാണ്. സോ ഉള്ളവർ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹായ് മാജിക് മോർണിംഗ്. ഓക്കെ, ഇന്നത്തെ നമ്മളെ സേഫ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരൊറ്റ വാക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഗോള് എഴുതി വെച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ അതിന് വേണ്ട ആക്ഷൻ എടുക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സിന്ധു മാം. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഫൗസിയ മാം കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ. മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാൻ തൊടുപുഴയെന്നാണ്. എൻ്റെ പേര് മൈമൂന. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നിന്ന് എന്താണ് മാമിന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. ഓക്കെ, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്കിപ്പോൾ ഞാൻ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് വേണം.
സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. റൂമിലുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ത്രൂ അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സേഫ് സർ. Thank you, sir. Thank you, Thank sir. you. Thank you, Thank sir. you, sir. Thank you, Thank you, sir. sir. Thank you. Thank you all. Thank you, sir. Thank you all. Thank you, sir.